ഹായ് ഫ്രണ്ട്സ്, PSC ലേണിംഗ് ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നാളെ ആലപ്പുഴ, പാലക്കാട് ജില്ലകളിൽ LDC പരീക്ഷ എഴുതുന്നവർക്കായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് കുറച്ചധികം ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലാസ്സിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതോടൊപ്പം ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തെത്തിക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലാസ്സിലേക്ക് കടക്കാം. എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിലെ ആദ്യത്തെ ചോദ്യം ഇതാണ്: സപ്രഷൻ ഓഫ് ഇമ്മോറൽ ട്രാഫിക് ഇൻ വിമൺ ആൻഡ് ഗോൾഡ് ആക്ട് പാർലമെൻറ്റ് പാസ്സാക്കിയ വർഷം. സപ്രഷൻ ഓഫ് ഇമ്മോറൽ ട്രാഫിക് ഇൻ വിമൺ ആൻഡ് ഗോൾഡ് ആക്ട് പാർലമെൻറ്റ് പാസ്സാക്കിയ വർഷം. ഉത്തരം 1956. ഉത്തരം 1956. അടുത്ത ചോദ്യം: ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർമാൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർമാൻ. ഉത്തരം രംഗനാഥ് മിശ്ര. ഉത്തരം രംഗനാഥ് മിശ്ര. അടുത്ത ചോദ്യം: സാമ്പത്തിക കാര്യങ്ങൾക്കായുള്ള ക്യാബിനറ്റ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരാണ്? സാമ്പത്തിക കാര്യങ്ങൾക്കായുള്ള ക്യാബിനറ്റ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരാണ്? ഉത്തരം പ്രധാനമന്ത്രി. ഉത്തരം പ്രധാനമന്ത്രി. അടുത്ത ചോദ്യം: താഴെ കൊടുത്തിരിക്കുന്നവയിൽ രാജ്യസഭയെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏത്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ രാജ്യസഭയെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏത്? ഉത്തരം രാജ്യസഭ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അംഗങ്ങൾക്ക് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാം. അടുത്ത ചോദ്യം: രാഷ്ട്രീയ പാർട്ടികളുടെ മാതൃകാ പെരുമാറ്റച്ചട്ടങ്ങളെക്കുറിച്ച് എവിടെയാണ് പ്രതിപാദിച്ചിരിക്കുന്നത്? രാഷ്ട്രീയ പാർട്ടികളുടെ മാതൃകാ പെരുമാറ്റച്ചട്ടങ്ങളെക്കുറിച്ച് എവിടെയാണ് പ്രതിപാദിച്ചിരിക്കുന്നത്? ഉത്തരം സുപ്രീം കോടതിയുടെ മാർഗനിർദ്ദേശങ്ങളിൽ. ഉത്തരം സുപ്രീം കോടതിയുടെ മാർഗനിർദ്ദേശങ്ങളിൽ. അടുത്ത ചോദ്യം: ഇന്ത്യൻ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് രൂപവൽകൃതമായ തീയതി. ഇന്ത്യൻ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് രൂപവൽകൃതമായ തീയതി. ഉത്തരം 1947 ഓഗസ്റ്റ് 29. 1947 ഓഗസ്റ്റ് 29. ഏഴാമത്തെ ചോദ്യം: താഴെ കൊടുത്തിരിക്കുന്നവയിൽ ആരാണ് പ്രസിഡന്റിനെ നിയമിക്കുന്നത് അല്ലാത്തത്? ഉത്തരം വൈസ് പ്രസിഡന്റ്. ഉത്തരം വൈസ് പ്രസിഡന്റ്. അടുത്ത ചോദ്യം: പഞ്ചായത്തുകളുടെ കാലാവധിയായ 5 വർഷം തുടങ്ങുന്നത് എന്നു മുതലാണ്? പഞ്ചായത്തുകളുടെ കാലാവധിയായ 5 വർഷം തുടങ്ങുന്നത് എന്നു മുതലാണ്? ഉത്തരം ഫലപ്രഖ്യാപന തീയതി മുതൽ. ഉത്തരം ഫലപ്രഖ്യാപന തീയതി മുതൽ. അടുത്ത ചോദ്യം: താഴെ കൊടുത്തിരിക്കുന്നവയിൽ ആരാണ് പ്രസിഡന്റിന് മുമ്പ് വൈസ് പ്രസിഡന്റായി സേവനം അനുഷ്ഠിച്ചില്ലാത്തത്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ആരാണ് പ്രസിഡന്റിന് മുമ്പ് വൈസ് പ്രസിഡന്റായി സേവനം അനുഷ്ഠിച്ചിട്ടില്ലാത്തത്? ഉത്തരം നീലം സഞ്ജീവ് റെഡ്ഡി. 10ാമത്തെ ചോദ്യം: ദേശീയ വികസന കമ്മിറ്റി രൂപവൽകൃതമായ എന്നാണ്? ദേശീയ വികസന കമ്മിറ്റി എന്നാണ് രൂപവൽകൃതമായത്? ഉത്തരം 1950 ഓഗസ്റ്റ് 6. 1950 ഓഗസ്റ്റ് 6. അടുത്ത ചോദ്യം: ആദ്യ പാർലമെന്റിൽ ഏത് സെഷനിലാണ് ബജറ്റ് അവതരിപ്പിക്കുന്നത്? ആദ്യ സെക്ഷനിലാണ് ബജറ്റ് അവതരിപ്പിക്കുന്നത്. ഉത്തരം ആദ്യ സെക്ഷൻ. അടുത്ത ചോദ്യം: ദേവനാഗരി ലിപിയിലുള്ള ഹിന്ദിയാണ് ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷ എന്ന് പ്രസ്താവിച്ചിരിക്കുന്നത് ഏത് അനുച്ഛേദത്തിലാണ്? ദേവനാഗരി ലിപിയിലുള്ള ഹിന്ദിയാണ് ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷ എന്ന് പ്രസ്താവിച്ചിരിക്കുന്നത് ഏത് അനുച്ഛേദത്തിലാണ്? ഉത്തരം 223. ഉത്തരം 223. അടുത്തത് 13ാമത്തെ ചോദ്യം: ഏത് ഭരണഘടനാ അനുച്ഛേദമാണ് കോടതിയെ ലക്ഷ്യം ഉൾപ്പെടെയുള്ള നടപടികളിൽ രാഷ്ട്രത്തലവന് പ്രതിരോധം നൽകുന്നത്? അനുച്ഛേദം 361. അടുത്തത്: ഭരണഘടനയിലെ ഏതെങ്കിലും ഒരു വ്യവസ്ഥ സംബന്ധിച്ച് സംസ്ഥാന സർക്കാരിന് നിർദ്ദേശം നൽകുന്നതിനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ അധികാരത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം? അനുച്ഛേദം 365. അനുച്ഛേദം 365. അടുത്ത ചോദ്യം: സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാൽ പാർലമെന്റിന്റെ അധികാരമില്ലാതെ അത് എത്ര കാലം നിലനിൽക്കും?
സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാൽ പാർലമെന്റിന്റെ അധികാരമില്ലാതെ അത് എത്ര കാലം നിലനിൽക്കും? ഉത്തരം 2 മാസം. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ കരട് തയ്യാറാക്കിയതും അംഗീകരിച്ചതും ഏത് ഭാഷയിലാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ കരട് തയ്യാറാക്കിയതും അംഗീകരിച്ചതും ഏത് ഭാഷയിലാണ്? ഉത്തരം ഇംഗ്ലീഷ്. ഭരണഘടനാ നിർമ്മാണ സഭയിൽ ക്രിസ്ത്യൻ സമുദായത്തെ പ്രതിനിധാനം ചെയ്തത് ആരാണ്? ഭരണഘടനാ നിർമ്മാണ സഭയിൽ ക്രിസ്ത്യൻ സമുദായത്തെ പ്രതിനിധാനം ചെയ്തത് ആരാണ്? ഹരേന്ദ്രകുമാർ മുഖർജി. നാഷണൽ വാട്ടർ റിസോഴ്സ് കൗൺസിലിൻ്റെ ചെയർമാൻ ആരാണ്? നാഷണൽ വാട്ടർ റിസോഴ്സ് കൗൺസിലിൻ്റെ ചെയർമാൻ ആരാണ്? ഉത്തരം പ്രധാനമന്ത്രി. 19ാമത്തെ ചോദ്യം, ഏത് നിയമപ്രകാരമാണ് ബംഗാളിനു വേണ്ടി പ്രത്യേക ഗവർണറെ നിയമിച്ചത്? ഏതു നിയമപ്രകാരമാണ് ബംഗാളിനു വേണ്ടി പ്രത്യേക ഗവർണറെ നിയമിച്ചത്? ഉത്തരം 1753 ചാർട്ടർ നിയമം. 1753 ചാർട്ടർ നിയമം. 20ാമത്തെ ചോദ്യം, കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അടുത്ത ചോദ്യം, കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ സ്റ്റേറ്റ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു? കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ സ്റ്റേറ്റ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു? ഉത്തരം ജവഹർലാൽ നെഹ്റു. ഉത്തരം ജവഹർലാൽ നെഹ്റു. 22ാമത്തെ ചോദ്യം, ഇന്ത്യക്കായി കക്ഷിരഹിത ജനാധിപത്യം നിർദ്ദേശിച്ച നേതാവ്? ഇന്ത്യക്കായി കക്ഷിരഹിത ജനാധിപത്യം നിർദ്ദേശിച്ച നേതാവ്? ഉത്തരം ജയപ്രകാശ് നാരായൺ. ഉത്തരം ജയപ്രകാശ് നാരായൺ. 23ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടന ന്യൂനപക്ഷങ്ങളെ അംഗീകരിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ആകെ ജനസംഖ്യയുടെ ശതമാനം. ഇന്ത്യൻ ഭരണഘടന ന്യൂനപക്ഷങ്ങളെ അംഗീകരിക്കുന്നത് ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ്? ആകെ ജനസംഖ്യയുടെ ശതമാനം. 2 അവിശ്വാസ പ്രമേയങ്ങൾക്കിടയിലാകാവുന്ന ഏറ്റവും കുറഞ്ഞ ഇടവേള. 2 അവിശ്വാസ പ്രമേയങ്ങൾക്കിടയിലാകാവുന്ന ഏറ്റവും കുറഞ്ഞ ഇടവേള. ഉത്തരം 6 മാസം. ഉത്തരം 6 മാസം. അടുത്തത് 25ാമത്തെ ചോദ്യമാണ്, ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ ഭരണഘടനാപരമായ പരീക്ഷണങ്ങളിൽ ഏറ്റവും കുറച്ചു കാലം നിലനിന്നത്? 1909 ഇന്ത്യൻ കൗൺസിൽ ആക്ട്. 26ാമത്തെ ചോദ്യം, ഇന്ത്യൻ പാർലമെന്റിൽ ചോദ്യോത്തരവേള ആരംഭിക്കുന്ന സമയം? ഉത്തരം 11 മണി. ഇന്ത്യൻ പാർലമെന്റിൽ ചോദ്യോത്തരവേള ആരംഭിക്കുന്ന സമയം 11 മണി. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ 18ാം ഭാഗം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇന്ത്യൻ ഭരണഘടനയുടെ 18ാം ഭാഗം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം അടിയന്തരാവസ്ഥ പ്രഖ്യാപനം. ഉത്തരം അടിയന്തരാവസ്ഥ പ്രഖ്യാപനം. 28ാമത്തെ ചോദ്യം, ക്രിമിനൽ ഗൂഢാലോചനയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ പീനൽ കോഡിലെ വകുപ്പ്? വകുപ്പ് 120A. 29ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ട്രാൻസ്പ്ലാന്റേഷൻ ഓഫ് ഹ്യൂമൻ ഓർഗൻസ് ആക്ട് പാസാക്കിയ വർഷം? 1994. അടുത്തത് 30ാമത്തെ ചോദ്യം, ഡൽഹിക്ക് പ്രത്യേക പദവി നൽകുന്ന ഭരണഘടനാ അനുച്ഛേദം? അനുച്ഛേദം 239AA. അടുത്ത ചോദ്യം, ഓരോ സർക്കാർ ഓഫീസിനും നൽകുന്ന സേവനങ്ങൾ എത്ര കാലപരിധിക്കുള്ളിൽ നൽകണമെന്ന് അനുശാസിക്കുന്ന നിയമം? ഉത്തരം സേവന അവകാശ നിയമം. ഓരോ സർക്കാർ ഓഫീസിനും നൽകുന്ന സേവനങ്ങൾ എത്ര കാലപരിധിക്കുള്ളിൽ നൽകണമെന്ന് അനുശാസിക്കുന്ന നിയമമാണ്? ഉത്തരം സേവന അവകാശ നിയമം. ഇന്ത്യൻ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്ന രീതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം? അനുച്ഛേദം 55. അടുത്തത് 33ാമത്തെ ചോദ്യമാണ്, ആസൂത്രണ കമ്മീഷൻ പകരം സംവിധാനം ഏർപ്പെടുത്തുന്നതിനെ സംബന്ധിച്ച പ്രഖ്യാപനം പ്രധാനമന്ത്രി നടത്തിയ തീയതി? 2014 ഓഗസ്റ്റ് 15. GST നിലവിൽ വന്ന തീയതി 2017 ജൂലൈ 7. അടുത്ത ചോദ്യം, നമ്മുടെ ജനാധിപത്യത്തിൻ്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമം? ഉത്തരം വിവരാവകാശ നിയമം. 36ാമത്തെ ചോദ്യം, ലോക്സഭയുടെ മുൻഗാമി? സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി. 1952 ഒറീസയുടെ ഗവർണറായത്? ഫസൽ അലി. 1952 ഒറീസയുടെ ഗവർണറായത് ഫസൽ അലി.
ഏത് വർഷമാണ് മഹാരാഷ്ട്രയിൽ ലോകായുക്ത രൂപവൽകൃതമായത്? 1971. ഏത് വർഷമാണ് മഹാരാഷ്ട്രയിൽ ലോകായുക്ത രൂപവൽകൃതമായത്? 1971. 39. ചോദ്യം. സംസ്ഥാന തലത്തിൽ പൊതുപ്രവർത്തകർക്കും ഉദ്യോഗസ്ഥർക്കും എതിരെയുള്ള കേസുകൾ കൈകാര്യം ചെയ്യുന്ന സ്ഥാപനം? ഉത്തരം ലോകായുക്ത. സംസ്ഥാന തലത്തിൽ പൊതുപ്രവർത്തകർക്കും ഉദ്യോഗസ്ഥർക്കും എതിരെയുള്ള കേസുകൾ കൈകാര്യം ചെയ്യുന്ന സ്ഥാപനം ലോകായുക്ത. 40. ചോദ്യം. ഗംഗ, യമുന എന്നീ നദികൾക്ക് നിയമപരമായി വ്യക്തിത്വം കണക്കാക്കണമെന്ന് വിധി പുറപ്പെടുവിച്ച കോടതി? ഉത്തരം ഉത്തരാഖണ്ഡ് കോടതി. ഉത്തരാഖണ്ഡ് കോടതി. 41. ചോദ്യം. ഇ ഗവേൺസിലൂടെ ഗവൺമെന്റ് സേവനങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്ന സ്ഥാപനം? ഉത്തരം അക്ഷയ കേന്ദ്രങ്ങൾ. 42. ചോദ്യം. ഇന്ത്യൻ പാർലമെന്റ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ബിൽ പാസാക്കിയത് 2016 ഓഗസ്റ്റ്. 43. ചോദ്യം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ രണ്ടാമത്തെ ചെയർപേഴ്സൺ MN വെങ്കടചെല്ലയ്യ. അടുത്തത് 44. ചോദ്യമാണ്. ബാലവേല സംബന്ധമായ പ്രശ്നങ്ങൾ പഠിക്കുന്നതിനും പരിഹാരമാർഗങ്ങൾ നിർദ്ദേശിക്കുന്നതിനുമായി 1979 കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മിറ്റി? ഗുരുപാദസ്വാമി കമ്മിറ്റി. 45. ചോദ്യം. വിവരാവകാശ നിയമത്തിന്റെ സെക്ഷൻ 15(1) എന്നുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷന്റെ രൂപവൽക്കരണം. 46. ചോദ്യം. ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം പൗരന്മാരുടെ മൗലിക ചുമതലകളിൽ ഉൾപ്പെടാത്തത്? ഗവൺമെന്റിനെയും നീതിന്യായ വ്യവസ്ഥയെയും ബഹുമാനിക്കുക. അടുത്തത് 47. ചോദ്യം. ഏത് ഹൈക്കോടതിയുടെ അധികാരപരിധിയിലാണ് യാനം ജില്ല? ഉത്തരം മദ്രാസ്. 48. ചോദ്യം. ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളിൽ എത്ര പേരാണ് ഭരണഘടനയിൽ ഒപ്പുവെച്ചത്? 284. ഉത്തരം 284. അടുത്ത ചോദ്യം. ഇന്ത്യൻ ഭരണഘടനയുടെ ഒറിജിനൽ ഡോക്യുമെന്റ് തയ്യാറാക്കിയത് ഏതെല്ലാം ഭാഷകളിലാണ്? ഉത്തരം ഇംഗ്ലീഷ്, ഹിന്ദി. ഇന്ത്യൻ ഭരണഘടനയുടെ ഒറിജിനൽ ഡോക്യുമെന്റ് തയ്യാറാക്കിയത് ഏതെല്ലാം ഭാഷകളിലാണ്? ഇംഗ്ലീഷ്, ഹിന്ദി. അടുത്ത 50. ചോദ്യം. വനിതാ ചീഫ് ജസ്റ്റിസ് അധികാരമേറ്റ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം? വനിതാ ചീഫ് ജസ്റ്റിസ് അധികാരമേറ്റ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം? ഉത്തരം ഹിമാചൽ പ്രദേശ്. ഉത്തരം ഹിമാചൽ പ്രദേശ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഈ 50 ചോദ്യങ്ങളാണ് ഇന്ത്യൻ ഭരണഘടനയിൽ നിന്ന് നോക്കുന്നത്. നാളത്തെ പരീക്ഷയ്ക്ക് നിങ്ങൾക്കെല്ലാവർക്കും വളരെ ഉപകാരപ്പെടുന്ന ഒരു ക്ലാസ് ആയിരിക്കും ഇത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത ദിവസം മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും വിജയാശംസകൾ. താങ്ക് യു.